പെബിൾസ് മലയാളം. ഹായ്, നമസ്കാരം. പെബിൾസിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിന ക്വിസ്. സ്കൂൾ തലങ്ങളിൽ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഉത്തരം ഫ്രാൻസ്. സാരേ ജഹാസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര്? സാരേ ജഹാസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഉത്തരം ആമുഖം. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം നാഗാലാൻഡ്. സംസ്ഥാന തലസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് ആര്? സംസ്ഥാന തലസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് ആര്? ഉത്തരം ഗവർണർ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം നൗറു. ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജനുവരി 26 എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്? ജനുവരി 26 എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ജനുവരി 26. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം രാഷ്ട്രപതി ഭവൻ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം സാൻ മരീനോ. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു? അഹമ്മദ് സുകാർണോ. രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് സല്യൂട്ട് സ്വീകരിക്കുന്നത് ആര്? രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് സല്യൂട്ട് സ്വീകരിക്കുന്നത് ആര്? ഉത്തരം പ്രസിഡന്റ്. റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകുന്ന അവാർഡ് ഏതാണ്? റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകുന്ന അവാർഡ് ഏതാണ്? ഉത്തരം ധീരതയ്ക്കുള്ള പുരസ്കാരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? ഉത്തരം 1857 മെയ് 10. 1857 വിപ്ലവത്തിൻ്റെ സൂത്രധാരൻ ആര്? 1857 വിപ്ലവത്തിൻ്റെ സൂത്രധാരൻ ആര്? ഉത്തരം നാനാ സാഹിബ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? ഉത്തരം പ്രീതിലത വഡോദ്കർ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏത്? 1857 വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏത്? ഉത്തരം മീററ്റ്, ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? 1857 വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്.
1857 വിപ്ലവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1857 വിപ്ലവം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശിപ്പായി ലഹള. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം താൻസി റാണി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉത്തരം ഖുദിറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം താരാചന്ദ്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? BD സർവക്കർ. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോൺ ലോറൻസ്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ്? ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ്? രഘുപതി രാഘവ രാജാറാം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആര്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആര്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എന്ന്? ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എന്ന്? ഉത്തരം 1930 മാർച്ച് 12. യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പെബിൾസ് മലയാളം.